ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ കണ്ണൂർ ഏരിയയിൽ നോമ്പിനൊക്കെ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണിത്. ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടും ചെയ്യാം. ഇതൊരു ചിക്കൻ റവ കേക്കാണ്. സാധാരണ ചിക്കൻ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അതുപോലെ അല്ല. ഇതിൻ്റെ ടെക്സ്ചർ തന്നെ നല്ല വ്യത്യാസമാണ്. മേൽഭാഗമൊക്കെ കുറച്ചൊന്ന് ഒരു മുരുമുരുപ്പാണ് ഉണ്ടാവുക, ഒരുപാട് സോഫ്റ്റ് അല്ല. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 3 മീഡിയം സൈസുള്ള സവാള ഞാൻ കട്ട് ചെയ്തെടുത്ത് ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതി. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഞാൻ പച്ചമുളക് ചേർത്തിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർത്തിട്ട് സമൂസക്കൊക്കെ ചെയ്യുന്ന പോലെയും ചെയ്യാം. ഇനി ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്തിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണേ ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് വേണം ഇതിനകത്തോട്ട് പച്ചമുളക് ചേർക്കാനായിട്ട്. ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സത്യം പറഞ്ഞാൽ ഞാനിതിൽ പച്ചമുളക് ചേർക്കാൻ വേണ്ടി മുറിച്ച് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് പച്ചമുളക് ഞാൻ കണ്ടത്. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഉള്ളി വഴറ്റി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കുക. എന്നെപ്പോലെ മറന്നു പോകണ്ട ചേർക്കാനായിട്ട്. അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 200-250 ചിക്കൻ ഉണ്ട്. അത് നന്നായിട്ടൊന്ന് മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ചിക്കൻ അങ്ങനെ ഫ്രൈ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ചേർക്കാൻ ആരും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ ഇതേ മസാല റെഡിയായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 3/4 കപ്പ് റവ വേണം. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുക. നമ്മൾ ഉപ്മാവിനൊക്കെ വറക്കില്ല, അതുപോലെ വറുത്താൽ മതി. കളറൊന്നും മാറി കിട്ടണ്ട. വറുത്ത റവയാണെങ്കിൽ ഒന്ന് വറുത്തെടുക്കുക. അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതെന്നിട്ട് നല്ലപോലെ ചൂടാറിയിട്ട് നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിന് വേണ്ട മുട്ടേൻ്റെ ബാറ്റർ ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 മുട്ട നമുക്ക് നല്ലപോലെ പതപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് പതപ്പിക്കാൻ നോക്കുക. ബീറ്റർ ഇല്ലാതെ മിക്സിയിൽ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ക്വസ്റ്റ്യൻ വരും. മിക്സിയിലും ചെയ്യാം, പക്ഷേ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പൊങ്ങിയിട്ട് കിട്ടില്ല. ആ സമയത്ത് നമ്മൾ കായ്പോളയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് ഉണ്ടാവുക. ഇതുപോലെ സ്പോഞ്ചി ആയിട്ട് പൊങ്ങി വരുമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണം നമ്മൾ ഇതിനകത്തോട്ട് റവ ചേർത്ത് കൊടുക്കാനായിട്ട്. ചേർക്കുമ്പോൾ ഒറ്റയടിക്ക് ചേർക്കരുത്. കയ്യിൽ കുറച്ചായിട്ട് എടുത്തിട്ട് മേലെ ഒന്ന് വിതറി കൊടുത്താൽ മതി. ശക്തിയായിട്ട് ഇടാൻ പാടില്ല. എന്നിട്ട് നമ്മൾ കേക്ക് ഫോൾഡ് ചെയ്യുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാട് ഇളക്കി മിക്സ് ചെയ്യരുത്, അപ്പോൾ പൊങ്ങി കിട്ടൂല. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ എല്ലാം മിക്സ് ആവുകയും വേണം. അതിനുശേഷം നമ്മുടെ മസാലയും കൂടെ കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്താലേ നമുക്ക് നല്ലപോലെ അങ്ങ് പൊങ്ങി വരുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങ് മിക്സായിട്ട് ഒരു രസം ഉണ്ടാവില്ല കാണാനായിട്ട്. മെല്ലെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. സംഭവം ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ മിക്സിയിൽ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ജസ്റ്റ് ചേർത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതെന്തായാലും അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് നമ്മൾ ഏതിലാണോ ഉണ്ടാക്കുന്നത് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അടി കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക, ഒരടപ്പ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മളിത് വെക്കാൻ. ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഒരു 10-12 മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തൊന്ന് തുറന്ന് നോക്കിയിട്ട് തൊട്ട് നോക്കുക. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ട്, ഇച്ചിരി കൂടെ വെക്കുക. എനിക്ക് 10 മിനിറ്റ് ആയപ്പോൾ വെന്തിട്ടുണ്ടായിട്ടില്ല. 2 മിനിറ്റും കൂടി വെച്ചപ്പോഴാണ് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയത്. അതെന്നുവെച്ചാൽ ഓരോ ഗ്യാസിൻ്റെ ഫ്ലെയിം വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതുപോലൊരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഒട്ടിപ്പിടിക്കണമൊന്നും ഇല്ലെങ്കിൽ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും. എന്നിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ എടുക്കാൻ. കണ്ടോ,
ഒരു ബുദ്ധിമുട്ടുമില്ല എടുക്കാനായിട്ട്, എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. ഇത് നല്ല ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ നമുക്ക് സാധാരണ സ്പോഞ്ച് കേക്ക് കഴിക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. റവയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ വേവിക്കുന്ന സമയത്ത് വെന്തിട്ട് പിന്നെയും കുറേ നേരം വെക്കുവാണെങ്കിൽ ഒരുപാട് അങ്ങ് ക്രിസ്പി ആയി പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് എന്നാൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.